ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ 2 ദിവസം ലച്ചു ശാന്തമായിരുന്നെങ്കിൽ ഇന്ന് നല്ല വയലൻസ് ഉള്ളൊരു എപ്പിസോഡാണ്. ലച്ചു ഭയങ്കര കട്ട കലിപ്പിനാണ്. എന്താ കാര്യമെന്ന് ആർക്കും അറിയത്തുമില്ല. നമ്മുടെ ആൻറ്റി കഷ്ടകാലത്തിന് വന്ന് ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, ലച്ചു സമയം എത്രയെന്നറിയാമോ? സമയമാകുമ്പോൾ അതിൻ്റെ വഴിക്കങ്ങ് പോകും എന്നും പറഞ്ഞുകൊണ്ട് കട്ട കലിപ്പിന് ചൂടായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് നൈസായിട്ടങ്ങ് ആൻറ്റി അവിടുന്ന് പോകുന്നു. അതിനുശേഷം ശിവാനിയാണ് പെട്ടിരിക്കുന്നത്. നിനക്ക് എന്നെ പേടിയില്ലേ എന്ന് ചോദിക്കുമ്പം ശിവാനി ഉണ്ടെന്നുള്ള രൂപത്തിൽ തലയാട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അമ്മായി കേശുവിനോടും ശിവയോടും പറയുന്നു, ഒരു ബന്ധമില്ലാത്ത സംസാരം ചില നേരത്ത് ലച്ചു സംസാരിക്കുന്നത് എന്താ കാര്യമെന്ന് അറിയത്തില്ല. കിച്ചണിൽ ഇരിക്കുന്ന സവാള മൊത്തവും ഒരു മെനക്കല്ലാത്ത രൂപത്തിൽ കട്ട് ചെയ്യുന്നു. അത് കണ്ട് അമ്മായി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? പുഴുങ്ങി തിന്നായി അന്തിച്ച് നിൽക്കുന്നുണ്ട് ശിവയും അമ്മായിയും. അങ്ങനെ കലിപ്പിച്ചിരിക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് സിദ്ധു വന്ന് പെട്ടെന്ന് തന്നെ പറയാം, എന്തോ ഒരു കാര്യത്തിന് കിച്ചണിലേക്ക് വന്നതാ. അപ്പം ലച്ചുവിൻ്റെ ദേഷ്യം മൊത്തം സിദ്ധുവിൻ്റെ മേളിലേക്ക് ആകുന്നു. അതേസമയം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ എല്ലാവരോടും കൂടി പറയുന്നു, ഈ ഇടയ്ക്കായിട്ട് പെണ്ണിന് ഭയങ്കര ദേഷ്യമാണ്. അത് കേട്ടിട്ട് പാറുവളിയും പറയുന്നു, ഞാനിപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മേലെ തട്ടിക്കയറും. സിദ്ധു ആണെങ്കിൽ കിച്ചണിൽ നിന്ന് വെന്തുരുകുക, എൻ്റെ കൈ കത്തിയായിരിക്കുന്നത് എന്നും പറഞ്ഞ് ലച്ചു ആണെങ്കിൽ കലി മുഴുവനും സിദ്ധുവിനോട് തീർക്കുന്നു. എന്തെങ്കിലും പണി സിദ്ധു ഒപ്പിച്ച് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കൊടുത്തില്ലായിരിക്കാം. ഭാര്യയ്ക്ക് ദേഷ്യം വന്ന ഭർത്താവിനോടും ഭർത്താവിന് ദേഷ്യം വന്ന ഭാര്യയോടും ആണല്ലോ മറ്റാരേക്കായും കൂടുതൽ എഫക്റ്റിന് തീർക്കുന്നത്. റൂമിൽ കൊണ്ടുവന്ന് റൂം പൂട്ടിയിട്ട് ലച്ചു ആണെങ്കിൽ അടുത്തേക്ക് വരുമ്പം ഉപദ്രവിക്കില്ലെന്ന് സിദ്ധു അപേക്ഷിക്കുന്നുണ്ട്. എന്താകുമല്ലേ?